നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഒരു വർഷം മുൻപ് കേരളത്തെ ഇളക്കി മറിച്ച ലവ് ജിഹാദ് വിവാദത്തിന്റെ യഥാർത്ഥ പൊരുൾ പുറത്തായിരിക്കുന്നു. പ്രണയത്തിന് ഭീകരമുഖം നൽകി ഒരു മതവിഭാഗത്തെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതിന് പിന്നിൽ കളിച്ചത് ഹൈന്ദവ മത തീവ്രവാദികൾ. മറ്റു ചില മതവിഭാഗങ്ങളെയും കൂട്ടുപിടിച്ച് ആസൂത്രിതമായി നടത്തിയ കള്ളപ്രചാരണത്തിന്റെ പൂച്ചു പുറത്താകുമ്പോൾ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാൻ നമ്മുടെ സമൂഹം തയ്യാറാകുന്നുണ്ടോ? ലവ് ജിഹാദ് ആരോപണത്തിന് ഇരകളായവരുടെ മുറിവുകൾക്ക് ആര് മറുപടി നൽകും? ലവ് ജിഹാദ് കൊണ്ടാടിയ നാം ഓരോരുത്തരും മറുപടി നൽകേണ്ടതാണ്. ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു ലവ് ജിഹാദിലെ രാഷ്ട്രീയം. 2009 ലവ് ജിഹാദ് വിവാദം കേരളത്തിൽ സജീവമായത്. വിവാഹ വാഗ്ദാനം നൽകി മുസ്ലിം യുവാക്കൾ ഇതര സമുദായങ്ങളിലെ യുവതികളെ മതം മാറ്റുന്നു എന്നായിരുന്നു ആരോപണങ്ങളുടെ പൊതു സ്വഭാവം. കോളേജിലെ 2 വിദ്യാർത്ഥികളെ കാണാതായി എന്ന പരാതിയായിരുന്നു വിവാദത്തിന് കാരണമായത്. പ്രണയിതാക്കൾക്കൊപ്പം സ്വന്തം ജീവിതം കണ്ടെത്തിയ ഇവർ പിന്നീട് രക്ഷിതാക്കളുടെ ഹേബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്ന് കോടതിയിൽ ഹാജരായി. ഈ പ്രണയ വിവാഹങ്ങൾ ലവ് ജിഹാദാണെന്ന പ്രചരണം വ്യാപകമായതോടെ പോലീസ് പ്രത്യേക അന്വേഷണം തുടങ്ങി. നിരവധി യുവാക്കളെ ചോദ്യം ചെയ്തു. സമാന്തരമായി ജിഹാദികൾ തട്ടിയെടുത്ത യുവതികളുടെ കണക്കുകൾ സഹിതം മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരുന്നു. അന്വേഷണത്തിനൊടുവിൽ ഇങ്ങനെയൊരു സംഭവമില്ല എന്ന കണ്ടെത്തലിൽ എത്തുകയായിരുന്നു പോലീസ്. ഇത് ഏറ്റവും ഇതിന്റെ ഇരകളായിരിക്കുന്ന ഈ 2 ചെറുപ്പക്കാരാണ്. അവരെ പറ്റി പറഞ്ഞ അപസർപ്പ നോവൽ പോലെ എഴുതി പിടിപ്പിച്ച അവസാനം അവർക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാതെ, ഒരു വിവാഹം കഴിക്കാൻ കഴിയാതെ ഇന്നവര് ബുദ്ധിമുട്ടുന്നത്. അവരിന്ന് പൊതു മധ്യത്ത് വരാൻ തയ്യാറല്ല. നിങ്ങൾ സമീപിച്ചു നോക്കുമ്പോൾ വരാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണെന്നതിൽ അവർ ശരാശരിക്കാരായ മനുഷ്യരാണ്. അവർക്ക് ജീവിക്കാൻ കഴിയാത്ത നിലയുണ്ടാക്കി. 2009 കേസുകൾ അവസാനിച്ചിട്ടും ലവ് ജിഹാദ് പ്രചരണം ഇന്റർനെറ്റിൽ തുടർന്നു. ഇതിന്റെ ചുവട് പിടിച്ചു നടന്ന പുതിയ അന്വേഷണം ചെന്നെത്തിയത് hindujagrati.org എന്ന വെബ്സൈറ്റിൽ. ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ച് ഈ ഹൈന്ദവ തീവ്രവാദ വെബ്സൈറ്റാണ് ലവ് ജിഹാദിനെ കുറിച്ചുള്ള തുടർ പ്രചരണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഇതിനായി ലവ് ജിഹാദികളുടേതെന്ന പേരിൽ പോസ്റ്റർ അടിച്ചിറക്കാനും ഇവർ മടിച്ചില്ല. കർണാടകത്തിലെ ബീജാപൂരിൽ സർക്കാർ ഓഫീസിൽ പാക് പതാക ഉയർത്തിയത് ശ്രീരാമസേനക്കാരാണെന്ന് വ്യക്തമായതിനൊപ്പം തന്നെയാണ് ലവ് ജിഹാദിന്റെ പിന്നാമ്പുറവും വെളിപ്പെടുന്നത്. ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ആസൂത്രിത ശ്രമമെന്ന നിലയിൽ ഈ പ്രവർത്തികളെ കാണേണ്ടി വരുന്നതും ഈ സാഹചര്യത്തിലാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.